दिल्ली में एमपी है सोलानाथ ठाकुर। हाँ साहब, कैसे हो? सब ठीक है ना? क्या केरल? नहीं साहब, नहीं, ये सब उधर नहीं चलेगा। जी साहब, सोच के बताऊंगा। കേരളത്തിലേക്കല്ലേ നമുക്ക് പോവാം ഭായി, ഞാനും വരാം. വേണ്ട, കുട്ടിക്കാലത്ത് എന്നോ മറന്ന നാടാ, ഇനി അങ്ങോട്ട് വേണ്ട. അതല്ല ഭായി, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് അവിടെ പോകണമെന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. നമുക്ക് പോവാം ഭായി, ഒരിക്കൽ മാത്രം. നോക്കാം. രാജമാണിക്യം നാടാർ അബ്ബാസ് அப்பாஸ் அமானுல்லா கான். வாங்கோ வாங்கோ. அப்பாஸ் அமானுல்லா கான், உங்களை பார்த்ததுல எனக்கு ரொம்ப சந்தோஷம். டேய், இவருக்குன்னு ஏற்பாடு பண்ணிருக்கிற கெஸ்ட் ஹவுஸ்ல இவரை தங்க வைங்கடா. அங்க உங்களுக்கு எல்லா சௌகரியமும் கிடைக்கும். ഈ തോന്നിവാസത്തിന് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം. ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ സാധിക്കില്ല. അന്വേഷിക്കാം. എന്തു പറഞ്ഞാലും ഈ അന്വേഷണം. നോർത്ത് ഇന്ത്യയിലെ ഒരു അധോലോക നായകൻ എക്സൈസ് മന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനർത്ഥം? അയാൾ വന്നത് വേറെ വല്ല കാര്യത്തിനും ആയിക്കൂടെ മിസ്റ്റർ സാനന്ദൻ? വേറൊരു കാര്യത്തിനുമല്ല, ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാ. ആ നാടാരും CK-യും കൂടെ കളിക്കുന്ന തീക്കളിക്ക് നിങ്ങളും കൂടുതൽ കൈയാണോ? ഇത് പ്രശ്നമാവും. ഈ കാര്യം പിടിക്കാവുന്നിടത്തെല്ലാം ഞാൻ പൊക്കി പിടിക്കും. എല്ലാരും കൂടെ എന്റെ നേരെ കുതിര കയറാൻ വന്നാലോ? എന്റെ പൊന്നു സാറേ, ഞാൻ പത്രിക സമർപ്പിക്കാൻ മാത്രമേ എന്റെ മണ്ഡലത്തിൽ പോയിട്ടുള്ളൂ. ഈ അബ്ബാസ് അമ്മാനുള്ളാക്കാൻ ആരാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഞാൻ UP പോയിട്ടുമില്ല. ഏതോ ഒരു പീറ പത്രക്കാരി എന്തോ എഴുതിയെന്ന് വെച്ച് അങ്ങനെ വെറുതെ എഴുതിയൊന്നുമല്ല. ഇലക്ഷൻ അട്ടിമറിക്കാൻ ബിരുദനായ ഒരുത്ത ഇങ്ങടെ മണ്ഡലത്തിൽ വന്ന് താമസിക്കുമ്പോ ഇങ്ങക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റൂല. നിങ്ങളൊരു മന്ത്രിയാ. ആളുകൾ ചോദിച്ചു തുടങ്ങി എന്ത് സമാധാന പറയാ? സാഹിബ് വലിയ വർത്താനൊന്നും പറയണ്ട. അനഭിമതരായ 2 പാകിസ്ഥാനികളെ സ്വീകരിച്ചാദരിച്ച് കോഴി ബിരിയാണിയും വെച്ച് തക്കരിച്ച കഥ പണ്ട് സ്കൂപ്പായി പത്രത്തിൽ വന്നല്ലോ. അന്ന് ഒച്ചപ്പാടുണ്ടായപ്പോ എന്ത് കോപ്പുണ്ടാക്കി നിങ്ങളൊക്കെ. ഇന്നെല്ലാരും കൂടെ എന്നെ പുകച്ച് പുറത്ത് കാണിക്കാൻ നോക്കുകയാണല്ലേ. ഞാൻ വേണേ പോയേക്കാം എന്റെ MLA-മാരോടൊപ്പം. പക്ഷെ മന്ത്രിസഭ ഉരുണ്ട് താഴെ വീഴും. അതിന് നിങ്ങളും തയ്യാറായിരിക്കണം. CM എന്ത് പറയുന്നു? ഓ,
അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ജനങ്ങൾ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ജനം കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നു. ചെന്ന് നോക്ക്, വിവരം അറിയും. വോട്ട് സി കെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ഇപ്പൊ വലിച്ചെടുക്കുന്നത്? ആ സി കെ, ആ കവിതാ മേനോൻ എന്ന് പറഞ്ഞ പത്രക്കാരിയാ ഇതിന്റെയൊക്കെ പിന്നില്. എക്സ്ക്യൂസ് മീ, മിനിസ്റ്റർ ഒരു അർജന്റ് പ്രസ് കോൺഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാ? അത് മോളിലാ. Stop there! ഉത്തരേന്ത്യൻ അണ്ടർവേൾഡ് കിങ് കേരളത്തിൽ ഉത്തരേന്ത്യയിലെ പോളിംഗ് ഓഫീസർമാരുടെയും പോലീസുകാരുടെയും പേടി സ്വപ്നം 1987 അലിഗഡ് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പട എന്ന ഗുണ്ടാ സംഘത്തെ ഒറ്റയ്ക്കടിച്ചു തകർത്ത് ബൂത്ത് പിടുത്തത്തിൽ റെക്കോർഡ് തകർത്ത വൺ മേൻ ആർമി. അണ്ടർവേൾഡിന്റെ മാനസപുത്രൻ അബ്ബാസ് അമാനുള്ള ഖാൻ. കൊള്ളാം, നല്ല ഭാഷ, നന്നായിരിക്കുന്നു. പക്ഷേ അച്ചടിച്ച ഫോട്ടോ തെളിഞ്ഞിട്ടില്ല. ക്യാമറ ലോഡ് ചെയ്തതാണോ? അതെ. ഗുഡ്. ക്ലിക്ക്. ക്ലിക്ക്. പേടിക്കണ്ട, ജസ്റ്റ് ഫോർ മോഡലിംഗ്. കയ്യിൽ തോക്കില്ലെങ്കിൽ പിന്നെ എന്താ അണ്ടർവേൾഡ്. Now you can go. Just a minute. Be smart. Don't be over smart. At last. എങ്ങോട്ടാ? ഒന്ന് കറങ്ങിട്ട് വരാം. ആരോടും അധികം സംസാരിക്കാനും അടുക്കാനും നിൽക്കണ്ട. സ്ഥലം പുതിയതാ, സംജ. ठीक है भाई. जंग.